അധർമ്മേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർത്തിനി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ഈ മഹാത്മ്യം തുടരുകയാണ്. ക്ഷണേന തദ്ബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിതുദ്രാവാം കാളീമതിഭീഷണം. ക്ഷണേന ക്ഷണനേരം കൊണ്ട് തദ്ബലം സർവം ആ അസുരബലം മുഴുവനും, അസുരാണാം അസുരന്മാരുടേതായ ആ സൈന്യം മുഴുവനും നിപാതിതം നശിപ്പിക്കപ്പെട്ടു, വീഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. സൈന്യം മുഴുവനും നശിച്ചു. ചിലരെ കൊന്നു, ചിലരെ ഭക്ഷിച്ചു. അങ്ങനെ ആ സൈന്യം മുഴുവനെ ഇല്ലാണ്ടായി ക്ഷണനേരം കൊണ്ട്. വളരെ വേഗത്തിൽ കാളി ആ ദേവിയുടെ ഭാലത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ആ കാളി, അതിഭീകര രൂപത്തോടു കൂടിയതായിട്ടുള്ള കാളി ആ അസുര സൈന്യത്തെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കി എന്നാണ്. അസുരാണം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിരുദ്രാവ, അത് അങ്ങനെ നിപാതിതമായി കണ്ടിട്ട്, ദൃഷ്ട്വാ കണ്ടിട്ട്, ആ തൻ്റെ സൈന്യം മുഴുവനെ ഈ ദേവി നശിപ്പിച്ചതായി കണ്ടിട്ട്, ദൃഷ്ട്വാ കണ്ടിട്ട്, ചണ്ഡഃ അഭിരുദ്രാവ, ചണ്ഡൻ അഭിരുദ്രാവ നേരിട്ട് ഓടി വന്നു. അതായത് ദേവി കാളിയുടെ നേർക്ക് പാഞ്ഞു വന്നു എന്നാണ്. അഭിരുദ്രാവ നേരിട്ട് പാഞ്ഞു. ചണ്ഡഃ ചണ്ഡൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ആ ദേവിയുടെ മുമ്പിലേക്ക് ഓടി വന്നു എന്നാണ്. ദൃഷ്ട്വാ ചണ്ഡോഭിരുദ്രാവ താം കാളീം അതിഭീഷണാം, അതിഭീഷണയായ ആ കാളിയുടെ നേരിട്ട് ചണ്ഡൻ പാഞ്ഞു വന്നു എന്നാണ്. ശരവർഷൈർ മഹാഭീമൈർ ഭീമാക്ഷീം താം മഹാസുരഃ ഛാദയാമാസ ചക്രൈശ്ച മുണ്ഡശ്ചിത്തൈ സഹസ്രശഃ. ശരവർഷൈ മഹാഭീമൈ, മഹാഭീമങ്ങളായിട്ടുള്ള ശരവർഷങ്ങളെ കൊണ്ട് അനവധി അസ്ത്രങ്ങൾ ഒരേ സമയത്ത്, അങ്ങനെ വളരെ മിടുക്കനാണ് ഈ അസുരന്മാരും. അപ്പോൾ ആ അസുരന്മാര് അതിഭീമങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെ ഛാദയാമാസ, കാളിയെ ഛാദയാമാസ മറച്ചു അങ്ങട് എന്നുള്ളതാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് ദേവിയെ കാണാണ്ടായി. അത്ര വളരെ അസ്ത്രങ്ങൾ ഒരുമിച്ച് അയച്ചു ദേവിയുടെ നേരെ എന്നുള്ളതാണ്. ശരവർഷൈഹി മഹാഭീമൈഹി, മഹാഭീമങ്ങളായിട്ടുള്ള ശരവർഷങ്ങളെ കൊണ്ട് ഭീമാക്ഷിയും, എന്നാൽ ഭീമാക്ഷിയായിട്ടുള്ള ആ ദേവിയെ, ഭീമമായിട്ടുള്ള അക്ഷികളോടുകൂടിയ, ഭീമമായ ഭയങ്കരമായിട്ടുള്ള അക്ഷികള് കണ്ണുകളെ നയനങ്ങളോട് കൂടിയതായ ആ ദേവിയെ, നേരത്തെ തന്നെ പറഞ്ഞു, കുഴിഞ്ഞ് ചുവന്നതായിട്ടുള്ള രക്തവർണ്ണങ്ങളായിട്ടുള്ള നയനങ്ങളാണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ളതായിട്ടുള്ള ഭീകരങ്ങളായിട്ടുള്ള നയനങ്ങളോടുകൂടിയ ആ കാളിയെ താം ഛാദയാമാസ മൂടി കാണാണ്ടാക്കി എന്നാണ്. ചക്രൈശ്ച അസ്ത്രങ്ങളെ കൊണ്ടും മഹാഭീമൈഹി ശരവർഷൈഹി, മഹാഭീമങ്ങളായിട്ടുള്ള ശരവർഷങ്ങളെ കൊണ്ടും ചക്രൈഹി ച ചക്രങ്ങളെ കൊണ്ടും, ചക്രങ്ങളെന്ന് വട്ടത്തിൽ കറങ്ങണതായിട്ടുള്ള ആയുധങ്ങൾ തന്നെ, അതും വളരെ മൂർച്ചയായിട്ടുള്ള അരങ്ങളോട് കൂടിയതായിട്ടുള്ള ചക്രങ്ങൾ. ആ ചക്രൈശ്ച ചക്രങ്ങളെ കൊണ്ടും ദേവിയെ മറച്ചു, ദേവിയെ മൂടി എന്നാണ്. ക്ഷിപ്തൈഹി മുണ്ട ക്ഷിപ്തൈ സഹസ്രശഃ മുണ്ടഃ, മുണ്ടനും ക്ഷിപ്തൈഹി സഹസ്രശഃ ആയിരക്കണക്കിന് മുക്തങ്ങളായ തന്നിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ചക്രൈഹി ചക്രങ്ങളെ കൊണ്ട് മുണ്ടനും, ചണ്ഡൻ ആയിരം ധാരാളം അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെ മൂടി, മുണ്ടൻ ചക്രങ്ങൾ കൊണ്ട് ദേവിയെ മൂടി എന്നാണ്. ചക്രൈശ്ച ക്ഷിപ്തൈഹി മുണ്ട ക്ഷിപ്തൈ സഹസ്രശ, മുണ്ടൻ വിട്ടതായിട്ടുള്ള അയച്ചതായ ചെറിഞ്ഞതായ ദേവിയുടെ മേൽ ദേഹത്തേക്ക് ദേവിയെ നോക്കി എറിഞ്ഞതായിട്ടുള്ള ചക്രങ്ങളെ കൊണ്ടും ദേവിയെ സഹസ്രശഃ ആയിരക്കണക്കിനുള്ളതായിട്ടുള്ള ചക്രങ്ങൾ ഈ മുണ്ടൻ പ്രയോഗിച്ചു, ചണ്ഡൻ ശരവർഷം ചൊരിഞ്ഞു എന്നാണ്. അങ്ങനെ ചക്രങ്ങളെ കൊണ്ടും ശരങ്ങളെ കൊണ്ടും ദേവിയുടെ ശരീരം മുഴുവൻ കാണാതെ കണ്ടായി. അപ്പോൾ താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം
ബഭുർയഥാ അർക്കബിംബാനി സുബഹൂനി യഥാംബരം. അങ്ങനെ താനി ചക്രാണി അനേകാനി, അനേകങ്ങളായിട്ടുള്ള ചക്രങ്ങൾ, അനവധി ചക്രങ്ങളാണ്. സഹസ്രശഃ എന്ന് പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അനേക ചക്രങ്ങൾ ദേവിയുടെ നേരെ ചെന്നു എന്നുള്ളതാണ്. താനി ചക്രാണി അനേകാനി വിഷമാനാനി തന്മുഖം വിഷമാനാനി. ആ ദേവിയുടെ മുഖത്തേക്കാണ് അതൊക്കെ പോയത്, ദേവിയുടെ വായിലേക്ക് ചെന്നു എന്നുള്ളതാണ്. ആ ചക്രങ്ങളൊക്കെ ദേവിയുടെ അടുത്തേക്ക് അയച്ചതായിട്ടുള്ള ആ ചക്രങ്ങളൊക്കെ ദേവി വായിൽ സ്വീകരിച്ചു, തൻ്റെ വായിൽ ആക്കി എന്നുള്ളതാണ്. മുഖത്താക്കി തൻ്റെ വായിലാക്കി ദേവി ആ ചക്രങ്ങളൊക്കെ ഭക്ഷിച്ചു എന്നുള്ളതാണ്. ഭക്ഷിക്കുന്നതിന് മുമ്പ് വായിലാണല്ലോ ആദ്യം ചെല്ലുക. അപ്പോ അങ്ങനെ വായിൽ എത്തിയപ്പോൾ ബഭുർ യഥാ അർക്കബിംബാനി, ബഭുഹു ശോഭിച്ചു. എങ്ങനെ? അർക്കബിംബാനി, അർക്കബിംബങ്ങളെ പോലെ, അനവധി സൂര്യബിംബങ്ങളെ പോലെ. ചക്രങ്ങളൊക്കെ നല്ല പ്രകാശമുള്ളതായിട്ടുള്ള ചക്രങ്ങളാണ് ഈ മുണ്ടൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ അർക്കബിംബങ്ങളെ പോലെ, സൂര്യബിംബങ്ങളെ പോലെ പ്രകാശിച്ചു എന്നാണ്. എങ്ങനെയുള്ള സൂര്യബിംബങ്ങളാണ്? സുബഹൂനി യഥാംബരം, സുബഹൂനി, വളരെയധികം അർക്കബിംബങ്ങള് അമ്പരത്തിൽ, ആകാശത്തിൽ എത്തണത് മാതിരി ആണ്. ഈ വായില്, ദേവിയുടെ വായിലാണ്. ദേവിയുടെ വായ അപ്പൊ അവിടെ ഒരു ആകാശം പോലെയാണ്. അതിലേക്ക് അനവധി അർക്കബിംബങ്ങൾ പ്രവേശിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ അമ്പരം, ആകാശത്തിൽ അനവധി സൂര്യന്മാർ ഉദിച്ചതുപോലെ ഉള്ളതായിട്ടുള്ള ഒരു പ്രതീതിയാണ് ഈ ദേവിയുടെ വായിലേക്ക് അനവധി ചക്രങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ ഉണ്ടായത് എന്നാണ്. സുബഹൂനി യഥാംബരം, സുബഹൂനി അർക്കബിംബാനി, വളരെയധികം അർക്കബിംബങ്ങൾ അമ്പരത്തിൽ, ആകാശത്തിൽ പ്രവേശിച്ചതുപോലെ ഈ അനവധി ചക്രങ്ങൾ ദേവിയുടെ മുഖത്തിൽ പ്രവേശിച്ചിട്ട് ശോഭിച്ചു എന്നാണ്. ഇനി തതോ ജഹാസാതിരുഷ ഭീമം ഭൈരവനാദിനി കാളീ കരാളവദന ദുർദർശ ദശനോജ്വല. തതഃ അനന്തരം ജഹാസ, ഉറക്കെ ഹസിച്ചു, ചുരിച്ചു, വളരെ ഉറക്കെ അങ്ങോട്ട് അട്ടഹസിച്ചു ദേവി എന്നാണ്. തതോ ജഹാസ അതിരുഷ, അതിരുഷ, അത്യധികം കോപത്തോടുകൂടി ദേവി അട്ടഹസിച്ചു എന്നാണ്. തതോ ജഹാസ അതിരുഷ, വളരെ രോഷത്തോടുകൂടി ദേവി ഹസിച്ചു, അട്ടഹസിച്ചു എന്നാണ്. ഭീമം, ഭീമമായി, ഭീമമാവും വിധത്തിൽ അട്ടഹസിച്ചു, വളരെ ഭയാനകമായ വിധത്തിൽ ദേവി അട്ടഹസിച്ചു എന്നാണ്. ഭൈരവനാദിനി, ഭൈരവമായിട്ടുള്ള നാദത്തോടുകൂടി, ശബ്ദത്തോടുകൂടി, ഭീകരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി ഭീമമായി ആ ദേവി ഒന്ന് അട്ടഹസിച്ചു എന്നാണ്. കാളീ കരാളവദന, ആരാണ് ആ കാളി? ദേവിയുടെ അംബികയുടെ മുഖത്തിൽ നിന്ന്, പാലത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ആ കാളി വളരെ ഇതായിട്ടൊന്ന് അട്ടഹസിച്ചു എന്നാണ്. കരാളവദന, കരാളമായ വദനത്തോടു കൂടിയ, മുഖത്തോടു കൂടിയ ആ ദേവി അട്ടഹസിച്ചു. ദുർദർശ ദശനോജ്വല, ദുർദർശങ്ങളായിട്ടുള്ള, കാണാൻ വയ്യാത്തതായിട്ടുള്ള ദുർദർശങ്ങൾ, കാണാൻ പ്രയാസമായിട്ടുള്ളത്, വളരെ ഭീകരങ്ങളായിട്ടുള്ള ദശനങ്ങള്, പല്ലുകള്, ആ പല്ലുകളെ കൊണ്ട് ഉജ്ജ്വലമായിട്ട് ശോഭിക്കുന്നവളായിട്ടുള്ള ആ ദേവി കാളി വളരെ ഒന്ന് അട്ടഹസിച്ചു എന്നാണ്. ഉത്ഖായത മഹാസിംസ കാളീ ചണ്ഡമധാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേന അസിനാച്ചിനൽ. ഉത്ഖായത മഹാസിംസ, സാ ആ കാളി, മഹാസിം ഉത്ഖായ, ആ തൻ്റെ അതിഭീമമായിട്ടുള്ള അസി വാള്, ആ വാളങ്ങോട്ട് ഉറയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഉത്ഖായ, പുറത്തേക്ക് എടുത്തിട്ട്, മഹാസിം വലിയതായിട്ടുള്ള ആ വാളിനെ പുറത്തേക്ക് എടുത്തിട്ട്, ഉത്ഖായത മഹാസിംസ, മഹാസിയെ, വലിയതായ അസിയെ, വാളിനെ ഉത്ഖായ പുറത്തേക്ക് വലിച്ചിട്ട്, കാളീ ചണ്ഡമധാവത, ചണ്ഡന്റെ സമീപത്തേക്ക് ഓടി, ചണ്ഡന്റെ നേരെ ഓടിച്ചേർന്നു. അധാവത ഓടി, ചണ്ഡന്റെ നേരെ ഓടിച്ചെന്നു എന്നാണ്. ഗൃഹീത്വാ അസ്യ കേശേഷു, അസ്യ കേശേഷു ഗൃഹീത്വാ, ആ ചണ്ഡന്റെ കേശങ്ങളിൽ പിടിച്ച്, തലമുടിയിൽ പിടിച്ച്, കേശേഷു ഗൃഹീത്വാ ശിരസ്തേന അസിന അച്ചിനൽ. തേന അസിന, ആ അസി കൊണ്ട്, വാളുകൊണ്ട്, തൻ്റെ കയ്യിലുള്ള ആ വാളുകൊണ്ട്, തേന അസിന, ആ വാളുകൊണ്ട്, തസ്യ ശിരഃ അച്ചിനത്, അവൻ്റെ ശിരസിനെ ഛേദിച്ചു. അച്ചിനത്, ഛേദിച്ചു. തസ്യ ശിരഃ, അദ്ദേഹത്തിൻ്റെ ആ ചണ്ഡന്റെ ശിരസിനെ ഛേദിച്ചു. തൻ്റെ വാള്
ഉറയിൽ നിന്ന് ഊരി ആ വാളുകൊണ്ട് ചണ്ടന്റെ ശിരസിനെ ഛേദിച്ചു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.